കൊല്ലവർഷം 1201 ധനുമാസം മുതൽ 1202 ധനുമാസം വരെയുള്ള ഒരു വർഷ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. അതായത് 16-12-2025 മുതൽ 14-1-2027 വരെയുള്ള ഒരു വർഷത്തെ ഫലങ്ങളാണ്. അതിൽ വൃശ്ചികക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഒരു വർഷത്തെ ഫലങ്ങളാണ്. അത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴ നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. ധനുമാസത്തെ ഓരോ മാസത്തെയും വേർതിരിച്ചാണ് പറയുന്നത്. ഈ ഒരു വർഷ കാലയളവിൽ വരുന്ന ഓരോ മാസങ്ങളെയും വേർതിരിച്ചാണ് ഫലം പറയുന്നത്. ആദ്യത്തെ ധനുമാസത്താണ്. പ്രത്യേകിച്ച് വലിയ ഗുണങ്ങൾ ഈ ധനുമാസത്തിൽ പ്രതീക്ഷിക്കേണ്ട, എന്നാലും ചെറിയ ഗുണങ്ങളൊക്കെ ധാരാളം കിട്ടുന്നുണ്ട്. സർക്കാരിൽ നിന്നുള്ള നടപടികൾ ഏതെങ്കിലും രീതിയിൽ GST, മറ്റുള്ള ടാക്സ്, ബിൽഡിംഗ് ടാക്സ് അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ തൊഴിൽ കരങ്ങൾ അതൊക്കെ അടയ്ക്കാനും എന്തെങ്കിലും രീതിയിൽ ഗവൺമെൻറ്റിന് നിങ്ങൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന പൈസകളോ മറ്റുള്ള ലോൺ എടുത്തിട്ടുള്ള കുടിശ്ശികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നടപടി ഈ മാസം കുറയും. നിങ്ങളുടെ വലിയ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വീടോ വ്യാപാര സ്ഥാപനങ്ങളോ ഒക്കെ തസ്കരന്മാർ, അതായത് മോഷ്ടാക്കൾ കുത്തി തുറന്ന് മോഷ്ടിക്കാൻ ശ്രമിക്കും. പക്ഷേ അതൊന്നും ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യത കാണുന്നില്ല. അതുപോലെ അഗ്നിബാധ, തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതും നിങ്ങൾ അത്ഭുതകരമായി ഇലക്ട്രിക്കൽ നിന്നോ അല്ലെങ്കിൽ ഇടിമിന്നൽ അങ്ങനെയൊക്കെ നിന്നൊക്കെ തീപിടിക്കാൻ സാധ്യതയുള്ളതും ഒഴിഞ്ഞു പോകുന്നു. പല വിധത്തിലും മനോദുഃഖങ്ങൾ ഉണ്ടാകേണ്ട ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില രോഗങ്ങളുണ്ടാകാം. ദമ്പതിമാർ തമ്മിൽ പിണങ്ങി മാറി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് രണ്ടുപേരും വളരെ വിദൂരത്തിലേക്ക് മാറി താമസിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. മക്കളും ഒരുപക്ഷെ ജോലിക്കായിട്ടോ അല്ലെങ്കിൽ പഠനത്തിനായിട്ടോ വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അടുത്ത് മകരമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. അധികാരമുള്ള ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിലവിലുള്ള തസ്തികയിൽ നിന്ന് പ്രൊമോഷൻ ലഭിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തസ്തികയിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ആഗ്രഹമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതിനും സ്ഥലമാറ്റം ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിശേഷ വസ്ത്രം ധരിക്കുന്നതിനും ബഹുമാന പത്രം സ്വീകരിക്കുന്നതിനും അവർക്ക് സാധിക്കുന്നു. ഏതെങ്കിലും വലിയ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പാസ്സായി അതിനുശേഷം അവർ ഒരു വിശേഷ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങുന്നതിനുള്ളൊരു ഭാഗ്യം അവർക്ക് ലഭിക്കുന്നു. അതുപോലെ ധനസമൃദ്ധി ഉണ്ടാകുന്നു. മേലധികാരികൾ നിങ്ങളെ നിത്യവും ശകാരവും ഒക്കെ ആയിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നതൊക്കെ കുറയുന്നു. അതുപോലെ തസ്കര ഭയം, മോഷ്ടാക്കളുടെ ഒരു ഭയം കുറയുന്നു. ശത്രുശല്യം കുറയുന്നു. മാനസിക വിചാരങ്ങൾ പല രീതിയിലും ആകാംക്ഷ, ഭാവിയെക്കുറിച്ചും അല്ലാതെയുള്ള ആകാംക്ഷകളൊക്കെ കുറഞ്ഞു വരുന്നു. അതിനൊക്കെ ശാന്തി ലഭിക്കുന്നു. പോലീസ് പരാതികളും കേസുകളൊക്കെ ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. അതുപോലെ ചില കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പം തടസ്സമുണ്ടാവാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അടുത്ത് കുംഭമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ബന്ധുക്കളുടെ പല രീതിയിലും സഹകരണങ്ങളെല്ലാം ബന്ധുക്കളുടെയും ഉറ്റ മിത്രങ്ങളുടെയും സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അധികാര ശക്തികൾ നിങ്ങൾക്ക് ലഭിക്കാം. പല രീതിയിലും ധനം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകാം. എല്ലാ രീതിയിലും ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകാം. ഈശ്വര കടാക്ഷം ലഭിക്കുന്നതിനുള്ള ഒരു മാസമാണിത്. നല്ല മാസമാണ് കുംഭമാസം. പല രോഗങ്ങളും നിങ്ങൾക്ക് വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ടെങ്കിലും അതൊന്നും നിങ്ങളുടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പോലീസ് പരാതികളും കേസുകളും ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. നിങ്ങൾ അശ്രദ്ധ കാണിച്ചാൽ റിമാൻഡ് പോലുള്ള നടപടികൾ വരാനും സാധ്യത കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ മാർഗ തടസ്സങ്ങൾ വരുന്നതിനും സാധ്യത കാണുന്നു. അതുപോലെ തന്നെ മനോദുഃഖം ഉണ്ടാകാം. ദമ്പതിമാർ തമ്മിൽ പിണങ്ങി അകന്ന് താമസിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജോലിക്കായിട്ട് മാറി താമസിച്ചാലും അത് ആ ഒരു അകർച്ച ഉണ്ടാവാം. അടുത്തത് മീനമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പല വഴികളിൽ കൂടി ധനം ലഭിക്കാം. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണങ്ങൾക്കോ അതല്ലായ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്കോ ഏതെങ്കിലും രീതിയിൽ ധാരാളം പണം ലഭിക്കുന്നതിനുള്ള സാധ്യത ഈ മീനമാസത്തിൽ കാണുന്നുണ്ട്. കുടുംബത്തിന് അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു. സന്താനഭാഗ്യം ഉണ്ടാകുന്നു. സ്വന്തക്കാർക്ക്, നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങളാൽ സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു. സ്വന്തക്കാർക്കും അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളായി കിടക്കുന്ന ഉറ്റ ബന്ധുക്കൾക്കൊക്കെ സുഖം പ്രാപിക്കുന്നു. ഏതിന് ഇറങ്ങി തിരിച്ചാലും തടസ്സം എന്നുള്ള ഒരു വ്യവസ്ഥിതി മാറി നിങ്ങൾക്ക് അതിനെല്ലാം കാര്യം സാധ്യം
കിട്ടുന്നു. അതുപോലെ ശത്രുക്കളിൽ നിന്നുള്ള ശല്യം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നു. പല രോഗങ്ങളും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഭേദമാകുന്നു. അതുപോലെ തന്നെ പല സമ്മാനങ്ങളും നിങ്ങൾക്ക് വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില ദുഃഖങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും, അതിനും പരിഹാരം ഉണ്ടാകാം. ചില പ്രത്യേക കാര്യങ്ങൾക്ക് തടസ്സം വരും, ചില പ്രത്യേക കാര്യങ്ങൾക്ക് തടസ്സം വരും. ആവശ്യമില്ലാതെയുള്ള യാത്രകൾ ഒഴിവാക്കുക. അതുകൊണ്ട് നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ വിഘ്നങ്ങളെല്ലാം മാറ്റുന്ന വിഘ്നേശ്വരനായ ശ്രീ ഗണപതി ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോവുക. അടുത്ത മേടമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങൾ കുറയാം. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് രോഗങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാം. അതുപോലെ നിങ്ങൾക്ക് ധനം ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. പല വഴിക്കും അകാരണമായ ഭയം, ആകാംക്ഷ, സംശയം ഇതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും. അതുപോലെ പുത്രനും പുത്രിക്കും ഏതെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണ സുഖം കിട്ടുന്നൊരു മാസമാണ്. അതുപോലെ പോലീസ് പരാതികൾ, കോടതി കേസുകളുണ്ടെങ്കിൽ അതിനും ഒരു ഒത്തുതീർപ്പ് നിങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകാം. അതിൽ നിങ്ങൾ ജയിലിൽ പോകുമോ എന്ന് പേടിച്ചിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോകേണ്ടിയൊന്നും വരില്ല. ദമ്പതിമാർ തമ്മിൽ പിണങ്ങി മാറി താമസിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ജോലിക്കായിട്ടുമാകാം. അടുത്തിനി ഇടവ മാസത്തെ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. വീടിന് ആവശ്യമുള്ള ഉപകരണങ്ങളെല്ലാം വാങ്ങാൻ സാധിക്കും. മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, അങ്ങനെ AC എല്ലാം നിങ്ങൾക്ക് ഈ മാസം വാങ്ങാൻ സാധിക്കും. അതുപോലെ പുതിയൊരു കാറ് വാങ്ങുന്നതിന് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകുന്നു. വിവാഹം നടക്കാനായി ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹ നിശ്ചയമോ വിവാഹമോ നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ഇണയെ കണ്ടെത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വിശേഷപ്പെട്ട ആഭരണങ്ങളും വസ്ത്രാദികളും നിങ്ങൾക്ക് ധരിക്കുന്നതിനുള്ള ഭാഗ്യവും ലഭിക്കുന്നു. അതുപോലെ വീട് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ച് വീട് പണിയാൻ ആരംഭിക്കുന്നതിനൊക്കെ ഉള്ള ഒരു സാധ്യത ഈ മാസം കാണുന്നുണ്ട്. ചില ദുഃഖങ്ങൾ ഉണ്ടാകാം, എന്നാലും വലിയ ദുഃഖങ്ങളൊന്നുമില്ല. ചില പരാതികളും അപവാദങ്ങളൊക്കെ ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയ്ക്ക് അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ പുതിയതായിട്ട് അസുഖമല്ല, ഉള്ള അസുഖം കൂടുന്നതിനൊരു സാധ്യതയുണ്ട്. അതുപോലെ ബന്ധുക്കൾക്ക് നിങ്ങളോട് അസൂയയും വിരോധവും വരാനൊരു സാധ്യതയുണ്ട്. അടുത്ത മിഥുന മാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. കുറച്ച് ധനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എവിടുന്നോ പണം വരാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ ഭാഗ്യം എന്ന് നിങ്ങൾ കരുതണം. നടക്കാണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്നു, അതുകൊണ്ട് അത് ഭാഗ്യമാണ്. ചില അസുഖങ്ങൾ ഭേദമാകാം. അധികാരികൾ നിങ്ങളെ പല രീതിയിലും ശല്യപ്പെടുത്തിരുന്നത് അതെല്ലാം നിർത്തിവെക്കുന്നു, അതിനൊക്കെ ശാന്തി ലഭിക്കുന്നു. ആജ്ഞാപിക്കാനുള്ള പദവി ഉണ്ടെങ്കിലും ആജ്ഞാപിച്ചാൽ അത് അനുസരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരവസ്ഥ വരാം. കാരണം മുകളിൽ നിന്നുള്ള മേലുദ്യോഗസ്ഥന്മാരുടെയോ അല്ലാതെയൊക്കെ ഉള്ള സമ്മർദ്ദം മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ മക്കളെ പിരിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അതുപോലെ തന്നെ വിശ്വസിക്കുന്ന ആൾക്കാരിൽ നിന്ന് ചതി പറ്റേണ്ട ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ഈ മിഥുന മാസത്തിൽ. അടുത്ത കർക്കിടക മാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. സർക്കാർ ജോലിയോ സർക്കാർ ജോലിക്ക് നിയമന ഉത്തരവ് കാത്തിരിക്കുന്നവർക്ക്, ഈ ടെസ്റ്റ് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് നിയമന ഉത്തരവിന് കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഈ വൃശ്ചിക മാസത്തിൽ ജോലിക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നോ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ നിങ്ങൾ കരാർ ജോലികൾ, അടങ്കൽ ജോലികൾ എടുത്ത് ചെയ്യുന്നതിനുള്ള എഗ്രിമെൻ്റൊക്കെ ഈ മാസം ഒപ്പുവയ്ക്കാൻ ആ ജോലി നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കുന്നു. പല രോഗങ്ങളും നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഭേദമാകാം. വിശേഷിച്ചും കണ്ണിനും ഉദരത്തിനും സംബന്ധിച്ചുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കാം, ഭേദമാകാം. അതിന് തക്കതായിട്ടുള്ള ചികിത്സ ലഭിക്കാം. അതുപോലെ ദേഹത്തിന് ഏറ്റിട്ടുള്ള ക്ഷതങ്ങൾ, ഒടുവ്, ചതവ്, മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ, പുണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ മക്കളായിട്ടും ഭാര്യയായിട്ടൊക്കെ ഒരുമിച്ച്, അതായത് നിങ്ങൾക്ക് കുടുംബസമേതം ഒരുമിച്ച് സന്തോഷപൂർവ്വം ജീവിക്കുന്നതിനും വിനോദയാത്രയൊക്കെ പോകുന്നതിനും സാധിക്കുന്നു. അതുപോലെ തന്നെ ചിലരുമായി നിങ്ങൾ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. കഴിയുന്നതും വാക്ക് തർക്കങ്ങൾ ഒഴിവാക്കുക. അടുത്ത് ചിങ്ങമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ഗുണവും ദോഷവും സമ്മിശ്രമായിട്ടാണ് ചിങ്ങമാസത്തിലെ ഫലങ്ങൾ വരുന്നത്. അതായത് പല വഴിക്കും ധനം വരുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. ആജ്ഞാസിദ്ധിയും അധികാരവും നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു പദവിയുള്ള ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാം. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. ദാമ്പത്യ സൗഖ്യം, പുത്രസൗഖ്യം എല്ലാം നിങ്ങൾക്കുണ്ടാകാം. പല കാര്യങ്ങളിലും ഇറങ്ങിത്തിരിക്കുന്ന എല്ലാം വിജയകരമായി നടന്നു കിട്ടാൻ കാണിക്കുന്നു. അതുപോലെ പുണ്ണ്, മുറിവ്, ചതവ്, ഒടിവ് എന്നിവയെല്ലാം ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക.
രക്തസംബന്ധമായ രക്തത്തിൽ അണുബാധ ഉണ്ടാകും മൂലം ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മാനഭംഗം, ചതിവിൽ കൂടി അല്ലാതെ നിങ്ങളെ ഒരു മാനഭംഗ കേസിൽ പെടുത്തുവാനൊരു സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. വാതരോഗം വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുമൂലം ശ്രദ്ധിച്ചില്ലെങ്കിൽ ധനനഷ്ടവും ഉണ്ടാകാം. അടുത്ത കന്നിമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. സാങ്കേതിക മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്കും അതിലെ ശാസ്ത്രജ്ഞന്മാർക്കും അവരെ കണ്ടുപിടുത്തങ്ങൾക്കും അവരുടേതായിട്ടുള്ള പ്രോജക്റ്റ് അല്ലെങ്കിൽ അവരുടെ പ്രബന്ധങ്ങൾക്കും എല്ലാം തന്നെയും അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ് ഈ കന്നിമാസം. അവരുടെ പ്രയത്നങ്ങൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കെല്ലാം ഒരു ഗുണം ലഭിക്കുന്ന ഒരു മാസവും കൂടിയാണ്. അതുകൊണ്ട് പല രീതിയിലും ധനലാഭവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാര്യങ്ങളെല്ലാം തടസ്സമില്ലാതെ നടന്നു കിട്ടുന്ന ഒരു മാസവും കൂടിയാണ്. പല കാര്യത്തിലും നിങ്ങൾക്ക് കാര്യം സാധിച്ചെടുക്കേണ്ട ഒരു സാമർഥ്യം കൂടി ഈ കന്നിമാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുമൂലം നിങ്ങൾക്ക് പല നേട്ടങ്ങളും ഉണ്ടാകുന്നു. പുണ്ണ്, മുറിവ്, ചതവ്, ഒടിവ് എന്നിവ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. രക്തസംബന്ധമായ രോഗങ്ങൾ, അതായത് രക്തത്തിൽ അണുബാധ ഉണ്ടാകാം, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ മാനഹാനി വരാം. ചതുവിൽ കൂടിയോ അല്ലാതെയോ നിങ്ങൾക്കൊരു മാനഹാനി വരേണ്ട ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ചതുവിലൊന്നും പെടാതെ മക്കളെ പിരിഞ്ഞിരിക്കേണ്ടതായ ഒരു സന്ദർഭം അച്ഛനമ്മമാർക്ക് വരാം. അടുത്തത് തുലാമാസത്തെ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. പല രീതിയിലും ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. അധികാരമുള്ള പദവി ഉണ്ടെങ്കിലും അധികാരം നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരാം. കാരണം അത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നോ അല്ലെങ്കിൽ മുകളിൽ നിന്നോ ഉള്ള സമ്മർദ്ദം മൂലം നിങ്ങൾക്ക് നീതി നടപ്പാക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരാം. അത് നിങ്ങളുടെ തെറ്റല്ല. പല രീതിയിലും ദ്രവ്യലാഭം ഉണ്ടാകാം. ശത്രുക്കൾ തൽക്കാലം നിങ്ങൾക്ക് ശല്യം ചെയ്യാണ്ടിരിക്കാം. ചില രോഗങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നതൊക്കെ ഭേദമാകാം. ഈ തുലാമാസത്തിൽ എല്ലാം ഭേദമാകാൻ സാധിക്കും. അതുപോലെ കർമ്മങ്ങൾ നിങ്ങൾ എല്ലാം ആത്മാർത്ഥമായിട്ട് പൂജകളും ദാനങ്ങളൊക്കെ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാണ്ടിരിക്കാം. അതുപോലെ കഠിനമായ ശരീരവേദനകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അതുപോലെ മക്കളെയും ഇണയെയും പിരിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകാം. ജോലി സംബന്ധമായിട്ടോ അല്ലാതെയോ പിരിഞ്ഞിരിക്കേണ്ടി വരാം കുറേ കാലത്തേക്ക്. അമ്മയ്ക്ക്, അതായത് മാതാവിന് അസുഖങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഹനാപകടം വരാണ്ട ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ഗ്രഹമാറ്റം വരാം. ഈ താമസിക്കുന്ന വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഔദ്യോഗിക വസതിയിലേക്കോ ഒക്കെ മാറുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പോലീസ് കേസുകളും പരാതികളും ഉണ്ടാകാം. പക്ഷെ അതൊന്നും നിങ്ങളുടെ ശല്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ തുലാമാസത്തെ ഒരു പ്രത്യേകത. അടുത്ത വൃശ്ചിക മാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. പല വിധത്തിലും ശ്രമിച്ചാൽ ധനം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വലിയ അളവിൽ ധനം ലഭിക്കാനും സാധ്യതയുണ്ട്. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം കുറയാം. രോഗങ്ങൾ കുറയാം. പണിഷ്മെൻ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കർമ്മങ്ങൾക്ക് തടസ്സം വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. സഹായത്തിന് ഈ മാസം ബന്ധുക്കൾ സഹായിക്കാനുണ്ടാകില്ല. അവർ തിരിഞ്ഞു നോക്കുക പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഈ വൃശ്ചികമാസത്തിൽ കാണുന്നത്. മക്കളെയും ഇണയെയും പിരിഞ്ഞ് ദൂരസ്ഥലത്ത് താമസിക്കാനും നിങ്ങൾക്ക് ഒരു ഇത് കാണുന്നുണ്ട്, അവസരം കാണുന്നുണ്ട്. പദവി നഷ്ടമാകാനൊരു സാധ്യത കാണുന്നുണ്ട്. ഡിമോഷൻ കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വൃശ്ചിക മാസത്തിൽ യാതൊരു തരത്തിലും ജോലിയിൽ ഒരു വിട്ടുവീഴ്ച വരാതെയും ആരുടെയും ചതിവിൽപ്പെടാതെയും നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ വീട് മാറി താമസിക്കേണ്ടതായിട്ട് വരാം. ധാരാളം പണം ലഭിക്കും എങ്കിലും ധനനഷ്ടത്തിനും സാധ്യത കാണുന്നുണ്ട്. അടുത്ത ധനുമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. നാൽക്കാലികളെ വളർത്തി ഉപജീവനം നടത്തുന്നവർക്ക് അവരുടെ നാൽക്കാലികളുടെ വാങ്ങി വളർത്തി വിറ്റോ അല്ലെങ്കിൽ അവരുടെ പാല്, പശു ആടുമാരുടെ പാല് നിങ്ങൾ കച്ചവടം ചെയ്യുകയോ അല്ലെങ്കിൽ ക്ഷീര കർഷകരെന്ന് പറയാം, അവർക്കും വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന ഒരു മാസമാണ്. ആ ബിസിനസ്സൊക്കെ വളരെ വിപുലീകരിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു. അതുപോലെ സർവാഭിഷ്ട സിദ്ധി, അതായത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഭാഗ്യം കൊണ്ട് നടന്നു കിട്ടുന്ന ഒരു മാസമാണ് ധനുമാസം. അതുപോലെ സമ്പൽ സമൃദ്ധി ഉണ്ടാകും. കുടുംബത്തിന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടുന്നതിന് സാധ്യതയുണ്ട്. അതായത് ക്ഷീര കർഷകർക്കോ അല്ലെങ്കിൽ അല്ലാതുള്ള കർഷകരായിട്ടോ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കാം. ലോൺ റിക്കവറി വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കിട്ടും. അന്യന്മാരിൽ നിന്നും ചതി പറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അകാരണമായ ആകാംക്ഷ, ഭയം എല്ലാം നിങ്ങൾക്ക് ഒഴിവായി കിട്ടുന്നു. അതുപോലെ
സന്താനത്തിന് ഒരു മക്കൾക്കാർക്കെങ്കിലും ഒരു അസുഖങ്ങളൊക്കെ വരേണ്ട ഒരു സാധ്യതയുണ്ട്. എന്നാലും വലിയ അസുഖങ്ങളൊന്നുമില്ല. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും പൂജകൾ ചെയ്യുക, ആയുഷ് ഹോമം, മൃത്യുഞ്ജയ ഹോമം പോലുള്ള പൂജകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഞാനിവിടെ വിവരിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഉള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.